നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു യുദ്ധത്തിൽ ആഹാരത്തിനുള്ള പങ്കിനെക്കുറിച്ച്? ചരിത്രാതീന കാലം മുതൽ യുദ്ധങ്ങളിൽ ഫുഡിനെ ഒരു വെപ്പണായി യൂസ് ചെയ്തിട്ടുള്ളതായി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലും ഭക്ഷണത്തിനും വെള്ളത്തിനും ഇത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു. ഈ അറ്റാക്കുകളിൽ നിന്ന് നാം എങ്ങനെയാണ് ആഹാരം സംരക്ഷിക്കുക? യുക്രൈനിലെ അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനുകൾ പോലും ഭക്ഷണ സംഭരണശാലകളായി മാറിയത് യുദ്ധങ്ങൾ തോക്കിനാൽ മാത്രം വിജയിക്കുകയില്ല. സൈന്യത്തിനും ജനങ്ങൾക്കും കൃത്യമായ ആഹാരം എത്തിക്കാൻ കഴിയണമെന്നതും വിജയത്തിനുള്ള നിർണായക ഘടകമാണ്. യുദ്ധകാലത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നത് വെറും ജീവിതാവശ്യമായ വിഷയമല്ല, അത് മനുഷ്യാവകാശത്തിന്റെയും കരുണയുടെയും കൂടെ പ്രശ്നമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു യുദ്ധത്തിൽ ആഹാരത്തിനുള്ള പങ്കിനെക്കുറിച്ച്? ഒരു യുദ്ധം വന്നാൽ എല്ലാം നശിക്കും. വീടുകൾ, മനുഷ്യർ, സ്വപ്നങ്ങൾ, അങ്ങനെയെല്ലാം. പക്ഷേ എല്ലാം നഷ്ടമാകുമ്പോഴും ഒരു കാര്യമാണ് ജീവൻ കാക്കാൻ ആവശ്യം: ഭക്ഷണമില്ലാതെ സൈന്യത്തിനും സാധാരണക്കാർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിനാൽ തന്നെ ഭക്ഷണം നൽകുന്നതും തടയുന്നതും ബിക്കംസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ദി വാർ. യുദ്ധങ്ങൾ ജനജീവിതം ഇല്ലാതാക്കുക മാത്രമല്ല, ഭക്ഷണവും വെള്ളവുമില്ലാതെ നിരവധി പേർ കഷ്ടപ്പെടുന്നതിനും കാരണമാകുന്നു. ചരിത്രം പരിശോധിച്ചാൽ യുദ്ധകാലത്ത് ഭക്ഷണവും വെള്ളവും ഇല്ലാത്തത് കാരണം ലക്ഷം കോടി ജനങ്ങൾ ദുരിതമനുഭവിച്ചതായി കാണുവാൻ സാധിക്കും. 2025 മാർച്ചിൽ യൂറോപ്യൻ യൂണിയന്റെ നിർദ്ദേശപ്രകാരം എല്ലാ കുടുംബങ്ങളും കുറഞ്ഞത് 72 മണിക്കൂറത്തേക്കുള്ള ഭക്ഷണമെങ്കിലും കരുതണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുദ്ധഭീഷണികളും ആഗോള പ്രതിസന്ധികളും മൂലമാണ് ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതേസമയം യമൻ, അഫ്ഗാനിസ്ഥാൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സഹായം കുറഞ്ഞ സാഹചര്യത്തിൽ കുട്ടികളുടെ പോഷകാഹാര പദ്ധതികൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി കോടിക്കണക്കിന് കുട്ടികൾ ദുരിതത്തിലാകുമെന്ന മുന്നറിയിപ്പാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ റിപ്പോർട്ടിലുള്ളത്. എങ്ങനെയാണ് ഒരു യുദ്ധത്തിൽ ഫുഡിന് ഇത്രത്തോളം പ്രാധാന്യം കൈവരുന്നത്? ചരിത്രാതീന കാലം മുതൽ യുദ്ധങ്ങളിൽ ഫുഡിനെ ഒരു വെപ്പണായി യൂസ് ചെയ്തിട്ടുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും. യുദ്ധങ്ങൾ ഒരു രാജ്യത്തെ ഇല്ലാതാക്കുക മാത്രമല്ല, ഭക്ഷണവും വെള്ളവുമില്ലാതെ നിരവധി പേരെ ദുർബലരാക്കുക കൂടിയാണ് ചെയ്യുന്നത്. ആയുധങ്ങളുടെ ശക്തിയേക്കാൾ കൂടുതൽ നിർണായകമായ ഒന്നാണ് ഭക്ഷ്യവിതരണവും ജലവിതരണവും. പല മഹായുദ്ധങ്ങളും ഭക്ഷ്യക്ഷാമം മൂലമാണ് അപ്രതീക്ഷിതമായി അവസാനിച്ചിട്ടുള്ളത്. അതിലൊന്നായിരുന്നു അലക്സാണ്ടറിന്റെ ഇന്ത്യ ആക്രമണം. അലക്സാണ്ടറിന്റെ സൈന്യം ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ ഭക്ഷണവും വെള്ളവും കുറഞ്ഞതിനാൽ പല സൈനികരും ക്ഷീണിച്ചുപോയി. ഒടുവിൽ ബിയാസ് നദിക്കരയിൽ നിന്നും അതികഠിനമായ കാലാവസ്ഥയും ഭക്ഷ്യക്ഷാമവും മൂലം അലക്സാണ്ടറിന് തിരിച്ചു പോകേണ്ടി വന്നു. ദിസ് ഈസ് ബിക്കം ദ ഫൈനൽ ഫേസ് ഓഫ് ഹിസ് ഗ്ലോബൽ കോൺക്വസ്റ്റ്. അതുപോലെ മറ്റൊന്നായിരുന്നു കാർത്തേജും റോമനും തമ്മിലുള്ള പ്യൂണിക് യുദ്ധങ്ങൾ. റോമനും കാർത്തേജും തമ്മിലുള്ള യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായ ആയുധങ്ങളായിരുന്നു ഭക്ഷണവും വെള്ളവും. ഹാനിബാൽ 218 BC-യിൽ ആൽപ്സ് മലനിരകൾ കടക്കുമ്പോൾ ഭക്ഷ്യക്ഷാമം മൂലം വലിയൊരു വിഭാഗം സൈന്യം മരണമടയുകയുണ്ടായി. അതുപോലെ മൂന്നാം പ്യൂണിക് യുദ്ധത്തിൽ റോമാക്കാർ കാർത്തേജിന്റെ മുഴുവൻ ഭക്ഷ്യവിതരണ മാർഗങ്ങളും തടയുകയും നഗരവാസികൾ വിശപ്പിൽ വലഞ്ഞ് അവസാനം കീഴടങ്ങുകയാണ് ഉണ്ടായതെന്നും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യുദ്ധത്തിൽ ആഹാരത്തിന്റെ ഇമ്പോർട്ടൻസ് വെളിവാക്കുന്ന മറ്റൊരു ചരിത്രാതീന യുദ്ധമായിരുന്നു മംഗോളുകളുടെ ചെങ്തു ഉപരോധം. 1259-ൽ മോങ്ഖെഗാൻ ചൈനയിലെ ചെങ്തു നഗരത്തെ ഉപരോധിച്ചപ്പോൾ 6 മാസക്കാലത്തോളം ഭക്ഷണം ലഭിക്കാതെ വന്ന ജനങ്ങൾ വൃക്ഷത്തോലുകൾ വരെ ആഹാരമാക്കേണ്ടതായിട്ട് വന്നു. വെള്ളത്തിന്റെ അപര്യാപ്തതയും പകർച്ചവ്യാധികളും നഗരവാസികളെ തകർത്തെറിഞ്ഞു. അങ്ങനെ വളരെ ഈസിയായി മംഗോളുകൾ ആ യുദ്ധത്തിൽ വിജയിച്ചു. ആഹാരം പോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് വെള്ളവും. വെള്ളം ഒരു ആയുധമായി ഉപയോഗിച്ച യുദ്ധങ്ങളും ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ തന്നെ റോമൻ യുദ്ധങ്ങൾ പരിശോധിച്ചാൽ റോമാക്കാർ പല യുദ്ധങ്ങളിലും വെള്ളം ഒരു ആയുധമായി ഉപയോഗിച്ചതായി കാണുവാൻ സാധിക്കും. അവർ എതിരാളികളുടെ നഗരങ്ങളിലെ ജലവിതരണ മാർഗങ്ങൾ നശിപ്പിച്ച് പട്ടിണിയിലാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ടൈബർ നദിയിലൂടെ വെള്ളം ലഭിച്ചിരുന്ന നഗരങ്ങളിലെ പാലങ്ങളും അക്വാഡക്ട്സുകളും തകർക്കുകയായിരുന്നു റോമാക്കാരുടെ പ്രധാന തന്ത്രം. അതുപോലെ ഒന്നാണ് ഗംഗാറ്റിക് വാർസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പഴയകാല രാജാക്കന്മാർ വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധരീതി പിന്തുടർന്നിരുന്നു എന്നതിന് തെളിവാണ് ഈ യുദ്ധങ്ങൾ. ചോള രാജാക്കന്മാർക്കും മുഗളർക്കുമിടയിൽ നടന്ന യുദ്ധങ്ങളിൽ നദികൾ തടയുകയും കിണറുകൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഷെർഷാ സൂരി 1545 കാലഘട്ടത്തിൽ മുഗൾ സൈന്യത്തെ തടയാൻ കിണറുകളും തടാകങ്ങളും നശിപ്പിച്ചതായി നമുക്ക് കാണാം. യുദ്ധകാലത്ത് ഭക്ഷണവും വെള്ളവും കുറയുമ്പോൾ പട്ടിണി, ദാരിദ്ര്യം, രോഗങ്ങൾ, നഗരങ്ങളുടെ തകർച്ച, സൈനിക പരാജയങ്ങൾ, ജനസംഖ്യാ കുറവ്, ഭക്ഷണത്തിന്റെ അധാർമികമായ ഉപയോഗം എന്നിവ സംഭവിച്ചിട്ടുണ്ടെന്ന് ചരിത്രം തെളിയിക്കുന്നു. ദിസ് ഹാസ് ബീൻ യൂസ്ഡ് ആസ് എ റൂത്ത്ലെസ് വെപ്പൺ ഇൻ മെനി വാർസ്. ഭക്ഷണവും വെള്ളവും ആയുധമായി ഉപയോഗിക്കുന്നത് പഴയകാല യുദ്ധങ്ങളിൽ മാത്രമായിരുന്നില്ല. ഇന്നും ആഗോളതലത്തിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ ഇതിന്റെ യൂസേജ് കാണാം. ശത്രുവിനെ ദുർബലമാക്കാനോ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുവാനോ സ്റ്റാർവേഷൻ ടാക്ടീസ് ആയോ ഒരു നഗരത്തെയും അതിലെ ജനങ്ങളെയും പൂർണ്ണമായി വളഞ്ഞ് ഭക്ഷണവും മറ്റും തടഞ്ഞു വെച്ച് കീഴടക്കുന്നതിനോ തുടങ്ങി പല രീതികളിലായാണ് ഈ തന്ത്രം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നിരവധി ഉദാഹരണങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഭക്ഷ്യവിതരണം തടസ്സപ്പെട്ടതും വെള്ളം കിട്ടാനില്ലാതായതുമാണ് ഉക്രൈനിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നായി മാറിയത്. 2023-ൽ കഖോവ ഡാം തകർത്തത് വെള്ളക്ഷാമവും കൃഷിയിടങ്ങളുടെ നാശനഷ്ടങ്ങൾക്കും വഴിയൊരുക്കി. ഇതോടൊപ്പം ധാന്യ കയറ്റുമതിയും തടഞ്ഞതോടുകൂടി ആഗോള ഭക്ഷ്യവിലയിലും വലിയ പ്രതിസന്ധിയുണ്ടായി. സിറിയയിലെ യുദ്ധങ്ങളിൽ സർക്കാർ സൈന്യവും വിപ്ലവകാരികളും തമ്മിലുള്ള തർക്കങ്ങളിൽ ഭക്ഷണവും വെള്ളവും തടഞ്ഞു വെച്ചുകൊണ്ട് സാധാരണ ജനതയെ പട്ടിണിയിലാക്കുന്ന യുദ്ധതന്ത്രങ്ങൾ
നാം കണ്ടു. യുദ്ധഭീകരത മൂലം യമൻ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രതിസന്ധി അനുഭവിക്കുകയാണിപ്പോൾ. ഫുഡ് സപ്ലൈസ് തടയുകയും വെള്ള സ്രോതസ്സുകൾ തകർക്കുകയും ചെയ്തതോടുകൂടി ലക്ഷക്കണക്കിന് പേർ പട്ടിണിയിലായി. കൂടാതെ മലിനജലം കാരണം കോളറ പോലുള്ള രോഗങ്ങൾ അവിടെ വ്യാപകമായി. ഇസ്രായേൽ പാലസ്തീൻ തർക്കത്തിൽ ഭക്ഷണവും വെള്ളവും നിയന്ത്രിച്ചുള്ള ഉപരോധങ്ങൾ മനുഷ്യവാസികളുടെ ദുരിതം വർദ്ധിപ്പിച്ചതായി നമുക്കറിയാം. യുദ്ധകാലത്ത് ഭക്ഷണം നശിക്കുമ്പോൾ അതിന്റെ പ്രതിഫലനങ്ങൾ ഗൗരവമേറിയതാണ്. അതുകാരണമായി അനവധി പേർ പട്ടിണിയിലാവുന്നു. ബ്ലാക്ക് മാർക്കറ്റ് ഉയർന്നു വരികയും ഭക്ഷണവില കുത്തനെ ഉയരുകയും ചെയ്യുന്നു. ചില ഗ്രൂപ്പുകൾ ആഹാരം പിടിച്ചടക്കുകയും ഉയർന്ന വില ഈടാക്കിയും സാധാരണ ജനങ്ങളെ നിയന്ത്രിക്കുന്നു. പോഷകാഹാരക്കുറവ് മൂലം ജനങ്ങൾ ദുർബലരാകുന്നു. പ്രതിരോധ ശക്തി കുറയുന്നതോടെ രോഗങ്ങൾ വേഗത്തിൽ പടരുന്നു. പ്രത്യേകിച്ച് സൈന്യത്തിനും കുട്ടികൾക്കും ഇത് അപകടമായി തീരുന്നു. ഭക്ഷണമില്ലാത്തതിന്റെ ഇമ്മിനന്റ് ത്രെറ്റ് കലാപങ്ങൾക്കും അതിക്രമങ്ങൾക്കും കാരണമാകുന്നു. ആഹാരം നശിക്കുകയോ തടയുകയോ ലഭ്യമാകാതാവുകയോ ചെയ്താൽ യുദ്ധങ്ങളുടെ ഭീകരത കൂടുതൽ ഉയരുന്നു. അതിനാൽ യുദ്ധത്താൽ ജനങ്ങൾ പട്ടിണിയിലാകുന്നത് തടയാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലും ഫുഡ് ആൻഡ് വാട്ടർ ഒരു ഘടകമായിരുന്നോ? നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലും ഭക്ഷണത്തിനും വെള്ളത്തിനും ഇത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നോ? സ്വാതന്ത്ര്യ സമരത്തിനും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്കും ഭക്ഷണം, വെള്ളം ഈ രണ്ടിന്റെയും അഭാവം വൻ പ്രതിസന്ധിയായിരുന്നു. 1943 ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് ബംഗാൾ ഒരു ദുരന്തമാവുകയാണ് ചെയ്തത്. ലോകമഹായുദ്ധം നടക്കുന്ന വേളയിൽ ബ്രിട്ടീഷ് സർക്കാർ ധാന്യ വിതരണം നിയന്ത്രിക്കുകയും യുദ്ധസമയ നയങ്ങൾ നടപ്പാക്കുകയും ചെയ്തു. ഫലമായി 30 ലക്ഷം ജനങ്ങൾ പട്ടിണിയോടെ മരണമടഞ്ഞു. ഈ ദുരന്തം ഇന്ത്യൻ ജനതയെ ഉണർത്തുകയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് കാരണമാവുകയും ചെയ്തു. 1947 ഭാരതം വിഭജിക്കപ്പെടുമ്പോൾ 1.5 കോടി പേർ കുടിയൊഴിപ്പിക്കപ്പെട്ടു. അതോടെ ധാന്യവിതരണ ശൃംഖല തകരുകയും കൃഷി നിലച്ചു പോവുകയും ചെയ്തു. അതോടൊപ്പം സിന്ധു നദി നിയന്ത്രണത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനും തമ്മിൽ ജലവിതരണ തർക്കങ്ങൾ തുടങ്ങുകയും ചെയ്തു. 1950-60കളിൽ വീണ്ടും ഭക്ഷ്യക്ഷാമം ഇന്ത്യയെ ബാധിച്ചു. അമേരിക്കയിൽ നിന്ന് PL 480 കരാർ പ്രകാരം ധാന്യം ഇറക്കുമതി ചെയ്തെങ്കിലും ഇന്ത്യക്ക് ഒരു സ്ഥിരമായ പരിഹാരം വേണമെന്ന് ഭരണകൂടം തീരുമാനിച്ചു. ഫലമായി MS സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഹൈബ്രിഡ് വിത്തുകളും രാസവളങ്ങളും ജലസേചന പദ്ധതികളും വ്യാപകമായി നടപ്പാക്കി. 1947 വിഭജനത്തിന് ശേഷം സിന്ധു നദിയുടെ നിയന്ത്രണം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള വൻ തർക്കമായി. ജലവിതരണ പ്രശ്നങ്ങൾ കാരണം കൃഷിയും കുടിവെള്ളവും പ്രതിസന്ധിയിലായപ്പോൾ 1960 വേൾഡ് ബാങ്കിന്റെ ഇടപെടലിൽ സിന്ധു നദീജല ഉടമ്പടി ഉണ്ടാക്കി. ഈ ഉടമ്പടി പ്രകാരം സത്ലജ്, ബിയാസ്, രവി എന്നീ നദികൾ ഇന്ത്യക്കും ഇൻഡസ്, ജലം, ചെനാബ് എന്നിവ പാകിസ്ഥാനുമാണ് ലഭിച്ചത്. ഭക്ഷണം, വെള്ളം ഇവ രണ്ടും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഭാരതത്തിന് വെല്ലുവിളിയായ ഒന്നായിരുന്നു. ബംഗാൾ ക്ഷാമം, ജലക്ഷാമം, ഹരിത വിപ്ലവം, സിന്ധു ജല ഉടമ്പടി ഇവയെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ നിർണായകമായി സ്വാധീനിച്ച സംഭവങ്ങളാണ്. ഇന്ന് ഇന്ത്യ ഒരു ഭക്ഷ്യസുരക്ഷാ രാജ്യമായി മാറിയിരിക്കുന്നു. പക്ഷേ ചരിത്രം നമ്മോട് എന്താണ് പറയുന്നത്? ഭക്ഷണവും വെള്ളവും സൈന്യത്തെക്കാൾ ശക്തമായ ആയുധങ്ങളാണെന്നാണ്. ഇന്ന് ആഗോള നിയന്ത്രണത്തിൽ ഈ അടിസ്ഥാന വിഭവങ്ങൾ ഉള്ളവർക്കാണ് മേൽക്കൈ എന്നാണ്. അതുകൊണ്ടൊക്കെയാണ് ഒരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ അവിടുത്തെ ഭക്ഷ്യസ്രോതസ്സുകൾ ആദ്യം നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഈ അറ്റാക്കുകളിൽ നിന്ന് നാം എങ്ങനെയാണ് ആഹാരം സംരക്ഷിക്കുക? യുദ്ധകാലത്ത് ഭക്ഷണ സംഭരണം എങ്ങനെയാണ്? യുദ്ധകാലത്ത് ഭക്ഷണം എവിടെയാണ് സൂക്ഷിക്കുന്നത്? അതിനു പിന്നിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. യുദ്ധകാലത്ത് ഒരു രാജ്യത്തിനും മാത്രമല്ല, സൈന്യത്തിനും പൊതുജനങ്ങൾക്കും വേണ്ടിയുള്ള ഭക്ഷണവും വെള്ളവും സുരക്ഷിതമായി സംഭരിക്കേണ്ടതുണ്ട്. യുദ്ധസമയത്ത് സൈന്യത്തിന് സ്ഥിരമായ ഭക്ഷ്യവിതരണം ഉറപ്പാക്കാൻ സൈനിക ഡിപ്പോകളിലും ഗോഡൌണുകളിലും വലിയ തോതിൽ ഭക്ഷണം ശേഖരിക്കുന്നു. യുദ്ധഭൂമിയുടെ തീവ്രതയിലും സൈനികർക്ക് മികച്ച ഭക്ഷണം നൽകുക നിർബന്ധമാണ്. അതിനായി താൽക്കാലിക കിച്ചണുകളും സൈനിക ക്യാമ്പുകളിലെ ഭക്ഷണ ശേഖരങ്ങളും ഒരുക്കുന്നു. ഇത് സൈനികർക്ക് അതിജീവനം ഉറപ്പാക്കുന്നു. നാവികസേനയുടെ ദൗത്യങ്ങൾ പലപ്പോഴും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നവയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ നേവി പോലുള്ള സൈനികർ ഭക്ഷണം ദീർഘകാലത്തേക്ക് സംഭരിച്ചു വെച്ചിരിക്കും. കരയിൽ നിന്ന് അകലെയാണെങ്കിൽ പോലും ഈ സംഭരണം അവരുടെ പ്രോപ്പർ ന്യൂട്രീഷൻസ് ഉറപ്പുവരുത്തുന്നു. യുദ്ധസാധ്യത കണക്കിലെടുത്ത് ചില രാജ്യങ്ങൾ അണ്ടർഗ്രൗണ്ട് ഭക്ഷ്യശേഖരങ്ങൾ ഒരുക്കുന്നു. സ്വീഡനിലെ രഹസ്യ സംഭരണ കേന്ദ്രങ്ങൾ ഇതിന് ഉദാഹരണമാണ്. യുദ്ധങ്ങളോ പ്രകൃതി ദുരന്തമോ ഉണ്ടാകുന്ന വേളകളിൽ ഈ ശേഖരങ്ങൾ ആവശ്യമുള്ളവർക്കായി തുറന്നു കൊടുക്കും. സൈന്യത്തിന് മാത്രമല്ല, പൊതുജനങ്ങൾക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ വിവിധ സർക്കാർ വകുപ്പുകളും അന്താരാഷ്ട്ര സംഘടനകളും സുരക്ഷിതമായ ഭക്ഷ്യസംഭരണശാലകൾ സജ്ജീകരിക്കുന്നു. ഇന്ത്യയിൽ സർക്കാരിന്റെ ഔദ്യോഗിക ഭക്ഷ്യസംഭരണശാലയായ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പോലുള്ള സ്ഥാപനങ്ങൾ വലിയ തോതിൽ ഭക്ഷണ ശേഖരണങ്ങൾ നടത്തുന്നുണ്ട്. അന്താരാഷ്ട്ര സംഘടനകളായ UN, റെഡ് ക്രോസ് പോലുള്ള സംഘടനകൾ യുദ്ധഭൂമിയായ യമൻ, സിറിയ, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ക്യാമ്പുകൾ വഴി അഭയാർത്ഥികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ വേൾഡ് വാറുകളുടെ സമയത്ത് അണ്ടർഗ്രൗണ്ട് ഭക്ഷണ ടണലുകൾ നിർമ്മിച്ച് സൈന്യത്തിനും ജനങ്ങൾക്കും ഭക്ഷണം എത്തിച്ചിരുന്നു. റീസെന്റ് യുക്രൈനിലെ അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനുകൾ പോലും ഭക്ഷണ സംഭരണശാലകളായി മാറിയത് നാം അറിഞ്ഞു. എന്തൊക്കെ തരം ആഹാരങ്ങളാണ് യുദ്ധസമയങ്ങളിൽ വിതരണം ചെയ്യുന്നത്? എങ്ങനെയാണ് അവ വിതരണം ചെയ്യുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യുദ്ധബാധിത മേഖലകളിൽ UN, റെഡ് ക്രോസ്, വേൾഡ് ഫുഡ് പ്രോഗ്രാം തുടങ്ങിയ സംഘടനകൾ എസൻഷ്യൽ ഫുഡ്സ് സപ്ലൈ ചെയ്യുന്നു. പ്രധാനമായും അരി, ഗോതമ്പ്, ചോളം, പയർവർഗ്ഗങ്ങൾ, പൾസസ്, ഫോർട്ടിഫൈഡ് ഫ്ലോർ എന്നിവ അടിസ്ഥാന ആഹാരമായി നൽകി വരുന്നു. കൂടാതെ ഹൈ എനർജി ബിസ്ക്കറ്റുകൾ, ടിന്നിലാക്കിയ ഭക്ഷണം, റെഡി ടു ഈറ്റ് മീൽസ് എന്നിവ അടിയന്തരമായി ഉപയോഗിക്കാൻ സൗകര്യമൊരുക്കുന്നു.
പോഷകക്ഷാമം തടയാൻ പ്ലം പീനട്ട്, മൈക്രോന്യൂട്രിയൻ പൗഡറുകൾ, തെറാപ്യൂട്ടിക് മിൽക്ക് എന്നിവ നൽകി വരുന്നു. കുട്ടികൾക്കായി ഫോർട്ടിഫൈഡ് പോറേജ്, പോഷകാഹാരക്കുറവുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ ഫീഡിംഗ് കിറ്റുകൾ എന്നിവയും അവയിൽ ഉൾപ്പെടുന്നു. കൂടാതെ ബോട്ടിൽ വെള്ളം, വാട്ടർ പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റുകൾ, ORS എന്നിവയും വിതരണം ചെയ്തു വരും. ഇവയെല്ലാം വിവിധ ക്യാമ്പുകൾ, കമ്മ്യൂണിറ്റി കിച്ചണുകൾ, എയർ ഡ്രോപ്പുകൾ എന്നിവ വഴി വിവിധ യുദ്ധബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. യുദ്ധകാലത്ത് സൈന്യത്തിനും പൊതുജനങ്ങൾക്കും വേണ്ടിയുള്ള സമഗ്രമായ ഭക്ഷണ വെള്ള സംരക്ഷണ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ് ഓരോ രാജ്യവും ചെയ്തു വരുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്കൊരു പുതിയ അറിവായി മാറിയിട്ടുണ്ടോ? കമന്റ് ചെയ്യൂ. യുദ്ധങ്ങൾക്കിടയിൽ ഭക്ഷണം കിട്ടാതെ ദുരിതം അനുഭവിക്കുന്നവർക്ക് UN, റെഡ് ക്രോസ്, യൂണിസെഫ്, WFP തുടങ്ങിയ സംഘടനകളാണ് സഹായം നൽകുന്നത്. റെഡ് ക്രോസ് സംഘടന യുദ്ധമുഖങ്ങളിൽ അടിയന്തര ഭക്ഷണവും വൈദ്യസഹായവും എത്തിച്ചു നൽകും. UN സംരംഭമായ വേൾഡ് ഫുഡ് പ്രോഗ്രാം യുദ്ധബാധിത പ്രദേശങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്യും. അതുപോലെ യൂണിസെഫ് കുട്ടികൾക്ക് പോഷകാഹാരവും ശുദ്ധജലവും എത്തിച്ചു നൽകാൻ മുൻകൈ എടുക്കും. യുദ്ധബാധിത പ്രദേശങ്ങളിൽ വൈദ്യസഹായവും പോഷകാഹാരവും എത്തിക്കാൻ ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡർ എന്ന സംഘടനയും പ്രവർത്തിച്ചു വരും. യുദ്ധകാലത്ത് ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്യുന്ന അന്താരാഷ്ട്ര സംഘടനകളായ ഇവയിലേക്ക് നമുക്കും ഓൺലൈനായി സംഭാവന ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതിനായുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. യുദ്ധമുഖത്ത് ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുവാനായി നിരവധി NGOകളും ഇന്ന് രംഗത്തുണ്ട്. സേവ് ദ ചിൽഡ്രൻ എന്ന NGO യുദ്ധത്തിൽ ദുരിതമനുഭവിക്കുന്ന കുട്ടികളെ സഹായിക്കുവാനായി ഉള്ളതാണ്. ആക്ഷൻ അഗെയിൻസ്റ്റ് ഹങ്കർ എന്ന NGO യുദ്ധമുഖങ്ങളിൽ പോഷകാഹാരവും ശുദ്ധജലവും ഉറപ്പുവരുത്തുവാൻ സഹായിക്കുന്നു. ഇന്റർനാഷണൽ റെസ്ക്യൂ കമ്മിറ്റി എന്ന NGO അഭയാർത്ഥികൾക്ക് അടിയന്തര ഭക്ഷണ സഹായം നൽകി വരുന്നു. ഈ NGOകളുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ പോയി ഡൊണേറ്റ് ഫോർ എമർജൻസി റിലീഫ് എന്ന ഓപ്ഷൻ വഴി നമുക്കും ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. സംഭാവന ചെയ്യുമ്പോൾ ജാഗ്രത അനിവാര്യമാണ്. നാം സഹായം ചെയ്യുന്ന സംഘടനയുടെ വിശ്വാസ്യത ഉറപ്പാക്കണം. ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയല്ലാതെ പണമിടപാടുകൾ നടത്തുവാൻ പാടില്ല. ഫണ്ട് എവിടെ ഉപയോഗിക്കപ്പെടുന്നു എന്ന് പരിശോധിക്കണം. കാരണം ചില സംഘടനകൾ പൂർണ്ണമായും സുതാര്യമല്ല. പ്രവർത്തനക്ഷമമായ അംഗീകൃത സംഘടനകളെ മാത്രം പിന്തുണയ്ക്കുക. യഥാർത്ഥത്തിൽ സഹായം ലഭ്യമാക്കുന്നവരാണോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ നുണപ്രചാരണങ്ങൾ, തട്ടിപ്പുകൾ എന്നിവയും മുൻകരുതലോട് വിലയിരുത്തണം. ഒരു ചെറിയ ശ്രദ്ധാപരിധി ഒരു വലിയ മാറ്റത്തിനായി വഴിയൊരുക്കും. ലെറ്റ് മീ കൺക്ലൂഡ്. ഭക്ഷണവും വെള്ളവും ജീവിതാവശ്യങ്ങൾ മാത്രമല്ല, യുദ്ധസമയത്ത് രാജ്യങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ശക്തിയുള്ള ആയുധങ്ങളായി മാറിയിരിക്കുന്നു. പോഷകസമ്പന്നമായ ഭക്ഷണം ലഭ്യമായ സൈന്യം ശക്തിയും സഹിഷ്ണുതയും കാട്ടുമ്പോൾ പട്ടിണിയും ദാഹവും ദൗർബല്യവും പരാജയത്തിനിടയാക്കുന്നു. യുദ്ധഭൂമിയിൽ കുടുങ്ങിയ സാധാരണ ജനങ്ങൾക്ക് മാനവിക സഹായം അത്യന്താപേക്ഷിതമാണ്. അതിനാൽ ഭക്ഷണവും വെള്ളവും സൈനിക തന്ത്രത്തിനൊപ്പം ഒരു പ്രധാന മാനവിക വിഷയവുമാണ്. ചരിത്രം വ്യക്തമാക്കുന്നത് പോലെ യുദ്ധങ്ങൾ തോക്കിനാൽ മാത്രം വിജയിക്കുകയില്ല. സൈന്യത്തിനും ജനങ്ങൾക്കും കൃത്യമായ ആഹാരം എത്തിക്കാൻ കഴിയണമെന്നതും വിജയത്തിനുള്ള നിർണായക ഘടകമാണ്. യുദ്ധകാലത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നത് വെറും ജീവിതാവശ്യമായ വിഷയമല്ല, അത് മനുഷ്യാവകാശത്തിന്റെയും കരുണയുടെയും കൂടെ പ്രശ്നമാണ്. യുദ്ധത്തിൽ വിജയിക്കുന്നവരല്ല, ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നവരാണ് യഥാർത്ഥ നായകർ. പഴയകാല യുദ്ധങ്ങളിൽ ഭക്ഷണവും വെള്ളവും നിർണായകമായതുപോലെ ഇന്നും അത് രാജ്യങ്ങൾക്കിടയിൽ വലിയൊരു ആധിപത്യ ഉപാധിയായി തുടരും. ഭക്ഷണവും വെള്ളവും ഉപയോഗിച്ച് ജനങ്ങളെ അടിച്ചമർത്തുന്ന യുദ്ധങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.